ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. കുറേ ഐറ്റംസ് ഫ്ലവേഴ്സിൻ്റെ മാത്രമായിട്ടുള്ളതാണ്. കുറേ പേര് ഫ്ലവേഴ്സിൻ്റെ കിറ്റ് ആയിട്ട് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം കയ്യിലുള്ള ഫ്ലവേഴ്സ് എല്ലാം കാണിക്കാമെന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും എല്ലാം ഏതൊക്കെയാണെന്ന് അറിയണമെന്നില്ല. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാമേ. ഇതിപ്പോൾ കുറേ ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ജാസ്മിൻ ബഡ്സ് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ബാക്കി വേറെ കുറേ റോസിൻ്റെ തന്നെ പല ടൈപ്പ്, അങ്ങനെ കുറേ ഐറ്റംസ്. അപ്പം കുറച്ച് പേർക്ക് കിറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഫ്ലവേഴ്സിൻ്റെ മാത്രമായിട്ട് കിറ്റ്, അപ്പം അങ്ങനെയുള്ളവർക്കും വാങ്ങാം. അതല്ലാതെ ഫ്ലവർ മാത്രമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും വാങ്ങാം കേട്ടോ. അപ്പോൾ ഇത് റെയിൻബോ ഫ്ലവേഴ്സാണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ ഇത്രയും ഉള്ളൂ നമ്മുടെ കയ്യിൽ. ബാക്കി എന്ന് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. യെല്ലോ തന്നെ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ മെറൂണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, പിങ്ക് ആയിട്ട് വരും. പിന്നെ ബ്ലൂ, പിന്നൊരു ലൈറ്റ് റോസ്, ലാവൻഡർ ഷെയ്ഡ്, പിന്നെ ബ്ലൂവിൻ്റെ തന്നെ വേറൊരു കളർ, ഒരു റോയൽ ബ്ലൂ ഒക്കെ പോലെ തോന്നിക്കുന്നത്, പിന്നെ ഒരു പീച്ച് കളർ. ഇത്രയും ഷെയ്ഡാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ കണ്ടോ, നല്ല അതിനൊരു കോട്ടിംഗ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഫ്ലവറിൻ്റെ അകത്തൊരു കോട്ടിംഗ് ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫ്ലവറാണിത്. ഇത് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് ഇതിൽ 25 രൂപയ്ക്കായിരുന്നു. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് 22 രൂപയ്ക്കാണ്. അപ്പോൾ ഇതിൽ ഒരു 10 ഫ്ലവറാണ്, ഒരു ബഞ്ചിൽ ഒരു 10 ഫ്ലവറാണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലവറാണ്. ഇതിന് ഇങ്ങനെ സൈഡിൽ നിന്നൊന്നും നൂല് വിട്ട് വരുമോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലവറാണ്. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന റേറ്റിലും കുറച്ചാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പം ഇത് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഇത് വേണമെങ്കിൽ ഈ ഫ്ലവറായിട്ട് മാത്രം വാങ്ങുന്നവരുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ കുറേ പോയിട്ടുണ്ട്. കുറേ ഫ്ലവർ ഈ ഒരു ഫ്ലവർ പോയിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ മാത്രമായിട്ട് മേടിച്ചവരുണ്ട്. എല്ലാവർക്കും ഈ ഒരു ഫ്ലവർ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫ്ലവറാണ്. അപ്പം ഈ പീച്ച് കളറൊക്കെ ഇത്രയും പീസേ ഉള്ളൂ. നമ്മുടെ ബ്ലൂ ആണെങ്കിൽ 2 എണ്ണേ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നു. ലാവൻഡർ ഷെയ്ഡും ഒക്കെ ഇത്രയും പീസേ ഉള്ളൂ എല്ലാം. പിന്നെ ലൈറ്റ് റോസ്, അതും കുറച്ച് പീസും കൂടെ ഉള്ളൂ. ബാക്കി എനിക്കൊരു 6-7 ബഞ്ച് കാണുമായിരിക്കും. പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡ്, അതും ഒരു 5-8-10 ബഞ്ചും കൂടി കാണുമായിരിക്കും. പിന്നെ യെല്ലോ, ഇതൊക്കെ ഇനിയിപ്പം വിഷു ഒക്കെ വരുമ്പോഴത്തേക്കും യെല്ലോ ഒക്കെ ആ ഒരു ഫ്ലവറൊക്കെ നല്ലതായിരിക്കും, നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓർഡർ വാട്സപ്പിൽ ചെയ്യാം കേട്ടോ. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കിറ്റായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം. അല്ലാതെ ഇങ്ങനെ സിംഗിൾ പീസായിട്ട് എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ മതിയെങ്കിൽ അത് മാത്രമായിട്ട് ഓർഡർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ബ്ലൂ ഒരു റോസ് കളറും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ ചെയ്തൊരു ബോ കൊടുത്തിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ മോൾക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്ത് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ഇതങ്ങനെ ചെയ്തപ്പോഴത്തേക്കും. അതിൽ വെച്ചിരിക്കുന്ന പോളനില്ലേ, നമ്മൾ സാധാ ടൈപ്പ് പോളനല്ല വെച്ചിരിക്കുന്നത്. അതിലൊരു ഫ്ലവർ വന്നിട്ട് അതിൻ്റെ അകത്ത് പോളൻ വരുന്ന രീതിയിൽ. ഞാൻ വൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല, ഇതായിരുന്നു കേട്ടോ വൈറ്റ്. ഞാൻ വൈറ്റും ഗ്രീൻ പോളനും കൂടെ വെച്ചിട്ടാണ് ചെയ്തത്. ഇത് കൂടുതലും എനിക്ക് ഓണ സമയത്തും പിന്നെ ഓണത്തിനാണ് തോന്നുന്നു ചെയ്തത്. ഓണത്തിനും പിന്നെ അല്ലാതെ നമ്മളിപ്പോൾ ഒരു മാരേജിനൊക്കെ പോകുമ്പോഴത്തേക്കും ആ ഒരു ഡ്രസ്സിന് ഇപ്പം അങ്ങനെ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പം മുല്ലപ്പൂവിന് പകരമായിട്ടേ വെക്കാൻ പറ്റിയൊരു ഹെയർ ബോയാണ്. നല്ല രസമാണ്. അതിനൊരു ഷൈനിങ്ങും കൂടെ ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഹെയർ ബോസ് ചെയ്തെടുക്കാം കേട്ടോ ആ ഫ്ലവർ വെച്ചിട്ട്. ഇനി അടുത്തത് വരുന്നത് പിയോണി ഫ്ലവറാണ്. പിയോണി ഫ്ലവർ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. കാരണം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിൽ ഒരുപാട് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഇത് നമ്മുടെ കയ്യിൽ റെഡും വൈറ്റും പിന്നെ ലാവൻഡർ ഷെയ്ഡും പിന്നെ യെല്ലോ ഷെയ്ഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. ഇപ്പം ലാസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി ഉള്ളൂ, ഒരു 15 പീസ് അത്രയും കൂടി ഉള്ളൂ. അപ്പം ഇത് നേരത്തെ നമ്മൾ കൊടുത്തിരുന്ന 10 രൂപ, ഒരു പീസിന് 10 വെച്ചിട്ടായിരുന്നു. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് 8 രൂപയ്ക്കാണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ഹെയർ ബോയാണേ. ഇത് റെഡ് ഉണ്ടായിരുന്നപ്പോൾ ചെയ്തതാണ്, മോൾക്ക് ചെയ്തതാണ്. അപ്പം റെഡ് സാറ്റിൻ ബോയിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അതിലൊരു മൾട്ടി കളറ് പോളനും വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫ്ലവർ മാത്രമേ ഞാൻ ഒട്ടിച്ചു കൊടുത്തുള്ളൂ.
രണ്ടെണ്ണം വേണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു വേറൊരു സൈഡിലോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് ഇരിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരെണ്ണം മാത്രമേ ചെയ്തെടുത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ പിയോണി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അതല്ലാതെ നമുക്ക് ഹെയർ ക്ലിപ്പിനും ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഞാൻ കുറച്ചും കൂടെ അതൊന്നിങ്ങനെ വിടർത്തിയാണ് വെച്ചിരിക്കുന്നത്. ഒരു റോസ് വരുന്ന രീതിയിൽ അങ്ങനെ കുറച്ച് വിടർത്തിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ വിടർത്തി വേണമെങ്കിൽ വെക്കാം, അല്ലാതെയും വെക്കാം. ഇനി അടുത്തത് വരുന്നത് മെറ്റൽ റോസാണ്. ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഐറ്റം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ഇത്. ഞാൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഡിസൈൻ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു മെറ്റൽ റോസ് വെച്ചിട്ട്. അപ്പം ഞാൻ ആ ഹെയർ ബോയൊക്കെ ഇതിൻ്റെ കൂടെ കാണിക്കാം കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. നമ്മുടെ കയ്യിൽ റെഡ് ഉണ്ടായിരുന്നു, പിങ്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ്, റോയൽ ബ്ലൂ പോലത്തെയാണെന്ന് തോന്നുന്നു, ഒരു ബ്ലൂ ഷെയ്ഡും ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിങ്കും റോയൽ ബ്ലൂവും തീർന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ക്രിസ്മസിൻ്റെ അടുപ്പിച്ച് റെഡ് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു മോഡലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മോഡൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു മോഡലായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ക്രിസ്മസിൻ്റെ ആ ഒരു സ്പെഷ്യലായിട്ട് ചെയ്തതാണ് ഈ ഒരു ഹെയർ ബോ. അതും സെയിം ഡിസൈൻ തന്നെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു വൈറ്റ് ഗിൽറ്റർ ട്യൂബും കൂടി ഇട്ട് കൊടുത്തതാണ് ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ക്രിസ്മസ് തീമിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ വന്നല്ലോ. അപ്പോൾ അങ്ങനെ അത് രണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്തത് ഇത് ഞാൻ പറഞ്ഞില്ലേ, പിങ്ക് കളർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ ചെയ്തിട്ടുള്ള ഒരു ടിയാരയാണേ. അത് നമ്മൾ വയർ ബോയിലാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വൈറ്റും കൂടെ വന്നപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ, നല്ലൊരു ഭംഗിയാണ് ചെയ്യാനായിട്ട്. അപ്പം ഇതുപോലെ വേറൊരു ഹെയർ ബോയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്ത് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് മെറ്റൽ ബോയിൽ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇതാ മറ്റേ സെൻറ്റർ സ്റ്റോണില്ലേ, അത് കൂടെ കൊടുത്ത് പിന്നെ ഹാഫ് ബീഡ്സും കൂടെ വെച്ച് ഒട്ടിച്ചെടുത്തത് ഹെയർ ബോസാണ്. അപ്പോൾ ഒരു 4 വെറൈറ്റി ഇത് വെച്ച് ഞാൻ 4 വെറൈറ്റി ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ഹെയർ ബോസൊക്കെ ആട്ടോ, ഞാൻ ഇപ്പോൾ കാണിച്ച കുറച്ച് ഹെയർ ബോസൊക്കെയാണത്. അടുത്തത് വരുന്നത് വെൽവെറ്റ് റോസാണ്. വെൽവെറ്റ് റോസ് നമ്മുടെ കയ്യിൽ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് പീച്ച് കളറാണ് വന്നിരിക്കുന്നത്. എന്നാലും ഒരു 10 എണ്ണമൊക്കെ കാണത്തുള്ളൂ ഒരു കളർ. അങ്ങനെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ട്. ബാക്കി ഈ ഒരു കവറിൽ ഇത്രയും ഐറ്റംസാണിപ്പം ബാക്കിയായിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് വരുന്ന കളേഴ്സ് വൈറ്റ്, യെല്ലോ, പിന്നൊരു ലൈറ്റ് റോസ്, ലൈറ്റൊരു പിങ്ക് ആയിട്ടുള്ളൊരു കളറ്, പിന്നെ മെറൂണ്, പിന്നെ റെഡ്, പിന്നെ സിൽവർ കളറ്, അതിൻ്റെ ഗോൾഡൻ കളറ്, അങ്ങനെ കുറച്ചധികം കളേഴ്സ് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം ഒരു സിംഗിൾ പീസായിട്ടൊക്കെ നോക്കുമ്പോഴേ ഒരു 5 പീസ് 6 പീസൊക്കെ ബാക്കി കാണത്തുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അപ്പം ഇതിപ്പം നിങ്ങൾക്ക് സിംഗിൾ പീസായിട്ട് എടുക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ കിറ്റിൻ്റെ കൂടെ ബാക്കി കിറ്റായിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ അതിൻ്റെ കൂടെ എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ആദ്യം 20 രൂപയ്ക്കായിരുന്നു, ഒരു പീസ് 20 രൂപയ്ക്ക്. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഒരു പീസ് 16 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് മോൾക്ക് ചെയ്തൊരു ഹെയർ ക്ലിപ്പാണ്. നമ്മൾ ഈ പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആക്ടേഴ്സിൻ്റെയൊക്കെ ഇങ്ങനെ തലയിൽ ബണ്ണ് വെച്ചിട്ട് അതിൻ്റെ ബണ്ണ് പോലെ കെട്ടിയിട്ട് മുടി അതിൻ്റെ സൈഡിലൊക്കെ വെക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് ചെയ്തത് ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചെടുത്താൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒട്ടിക്കുക, അത്രേ ഉള്ളൂ. അതിൻ്റെ പുറകിലൊരു തണ്ട് പോലത്തെയുണ്ട്, അതൊന്ന് ഉരുക്കിയിട്ട് ക്യാൻവാസിൽ ഒട്ടിച്ചെടുത്താൽ മതി. ഇത് വരുന്നത് ഒരു സിമ്പിൾ ഫ്ലവറാണ്. ഇപ്പോൾ ചെയ്യാം, എനിക്ക് ബോയൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ല, ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാനാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഇത്. ജസ്റ്റ് ഇതിൻ്റെ പുറകിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ സെയിം കളർ സാറ്റിൻ ബോ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പം ഞാൻ ബ്ലാക്കിലാണ് കാണിച്ചിരിക്കുന്നത്, അങ്ങനെ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ ഒരു ക്യാൻവാസും കൂടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു പോരത്തില്ല. അപ്പം അങ്ങനെ ഒരു ഐറ്റമാണ് ഇതിപ്പം. ഇത് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് ജോഡി 15 രൂപയ്ക്കായിരുന്നു. ഇപ്പം നമ്മൾ ജോഡി 12 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് ക്ലോത്തിൽ ബീഡ് വരുന്നൊരു ഫ്ലവറാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഒരു സാറ്റിൻ
ൻ്റെ ഒരു ക്ലോത്ത് പോലത്തെയാണ്. അപ്പോൾ അതിൽ ഈ ബീഡ് വരുന്നതാണ്. ഇതും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ റെഡ്, പിങ്ക്, പിന്നെ യെല്ലോ ഒക്കെ ആദ്യമേ തീർന്നു കേട്ടോ. യെല്ലോ ഒക്കെ പെട്ടെന്ന്, യെല്ലോ എപ്പോൾ എടുത്താലും യെല്ലോ കളർ തീരാറുണ്ട്. പിന്നെ ലൈറ്റ് റോസും ആയിരുന്നു കൂടുതലും പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ലൈറ്റ് റോസും ഇപ്പോൾ കുറച്ചുണ്ട്. ഇത് പിങ്ക് ഷെയ്ഡ് കേട്ടോ. പിന്നെ ഒരു പിങ്കും റെഡും കൂടെ ഉണ്ട് കേട്ടോ. റെഡ് ഞാൻ എടുത്ത് വെച്ചില്ല, റെഡും കൂടെ ഉണ്ട്. അപ്പം ഇത്രയും കളേഴ്സാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ വരുന്ന ഒരു റോസ് ഫ്ലവർ തന്നെ അതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു റോസ്. നമ്മൾ നേരത്തെ ഫ്ലവേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒറിജിനാലിറ്റി തോന്നും. ഇത് അതിലും ഇച്ചിരി കൂടെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ 1 പീസ് 10 രൂപയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 8 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ തന്നെ 2 കളേഴ്സ്, പിങ്കും യെല്ലോയും, ഈ 2 ഷെയ്ഡാണ് ഇപ്പം ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു യെല്ലോയുടെ ആ ഒരു പാക്കറ്റ് അത്രയേ ഉള്ളൂ. പിന്നെ റെഡിൻ്റെത് ആ ഒരു കാണുന്ന അത്രയും എണ്ണമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ കിറ്റായിട്ടോ അല്ലാതെയോ ഒക്കെ ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് വരുന്നത് ഫോം ഫ്ലവർ അറിയാമല്ലോ. ഇതിപ്പം നെറ്റില്ലാത്ത ടൈപ്പാട്ടോ. നെറ്റില്ലാത്ത വലിയ ടൈപ്പ് ഫോം ഫ്ലവർ ഇല്ലേ, അതാട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം 3.5 രൂപയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ 1.5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് കിറ്റായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ വാങ്ങാം. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ 5 പീസ് 10 പീസ് അങ്ങനെയും വാങ്ങാം കേട്ടോ. ഫ്ലവേഴ്സിൻ്റെ കുറേ പേര് ഇങ്ങനെ കിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ ഐറ്റംസൊക്കെ കാണിച്ചത് കേട്ടോ. ഇതിൻ്റെ കൂടെ ജാസ്മിൻ ബഡ്സും ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. പിന്നെ അപ്പം ഇത്രയും ഐറ്റംസൊക്കെയാണ് ഫ്ലവേഴ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പം ഇതുപോലെ എല്ലാ ഐറ്റംസും കൂടെ ചേർത്ത് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അതല്ലാതെ സിംഗിൾ ഐറ്റംസ് ആയിട്ട് മാത്രമായിട്ട്, അതായത് ഒറ്റ പീസായിട്ട് അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ അയക്കാൻ ഇപ്പം നമ്മളൊരു പിയോണി ഫ്ലവർ എടുത്തു, അത് ഒറ്റ പീസായിട്ട് മാത്രം അയക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. ഞാൻ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. കുറച്ച് പേരൊക്കെ കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ, നമ്പർ കണ്ടില്ലല്ലോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് അയക്കാറുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും നമ്മൾ നമ്പർ സ്ക്രീനിൽ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ടൈമിൽ ചിലപ്പം വിട്ടു പോകുന്ന കേട്ടോ നമ്പർ കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു വീഡിയോയിൽ നമ്പർ കണ്ടില്ലെങ്കിൽ അടുത്തൊരു വീഡിയോ എടുത്ത് നോക്കിയാലും മതി കേട്ടോ. അതിനകത്ത് നമ്പർ കാണുവേ. കമൻറ്റിൽ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. താങ്ക്